ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് ഒരു ദിവസം കൂടെ നൽകിയിരിക്കുക. നാം ഇന്ന് എപ്പിസോഡ് 54 നമുക്ക് കേൾക്കാൻ പോകുന്നത്. 54 എന്ന ആണ്ടവർ നമ്മോട് എന്നാ പേശുന്നത് നമുക്കൊന്ന് പാത്തിടാം. ഇங்கே നമ്മൾ എഫെസ്യ ലേഖനം 6 അധ്യായം 2 വാക്യം 3 വാക്യം മുതൽ നമ്മൾ കീഴോട്ട് നമ്മൾ വാസിച്ചിടാം. എഫെസ്യ ലേഖനം 6 അധ്യായം 3 വാക്യം മുതൽ കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. നമുക്ക് ആണ്ടവർ നമ്മോട് എന്ന പേശുത് അത് നമുക്ക് പാക്കലാം. ஆண்டோட சித்தம் தான் நம்மளோட சித்தம். നമ്മൾ என்ன பண்ணണമെങ്കിലും ஆண்டவர் பேசும் தான் നമ്മൾ ചെയ്യണം. നമ്മൾ പലപ്പോഴും അത് ഇന്ന ആള് ഇപ്പടി ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർ ഇപ്പടി ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂജാരി ഇപ്പടി ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട് ഇപ്പടി ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ അവരപ്പടി ചൊല്ലിയാച്ചേ, അവർ ഇപ്പടി ചൊല്ലിയാച്ചേ, അതുകൊണ്ട് ഞാൻ അതുതാൻ പാക്ക്. അപ്പടിയല്ല. ஆண்டவரோட வசனம் என்ன சொல்லுது அதுதான் നമുക്ക് பார்க்கணும். ஆண்டவரோட வசனம் എന്ന് சொல்லியால் ആണ്ടവർ താൻ. അതുതാൻ നമ്മൾ യോഹന്നാക്കി പുസ്തകത്തിൽ നമ്മൾ വാസിക്കുന്ന 1 വാക്യത്തിൽ ആണ്ടവർ യഹോവ താൻ വചനം എന്ന് ചൊല്ലിയിരിക്കെ. യഹോവ താൻ വചനം, അല്ലെങ്കിൽ അവൻ താൻ വചനം, അവൻ വചനമായിരിക്കെ നേരം നമ്മൾ ആരുടെ വചനം എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ആരുടെ വാക്ക് കേൾക്കുന്നത്? ആണ്ടവരുടെ വാക്ക് കേൾക്കുന്നത്. ആണ്ടവരുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എല്ലാമേ അതിൽ പക്കത്തിലേക്ക് നമ്മൾ തിരിച്ച് അത് നമ്മൾ എന്നാ പേശണം എന്ന പേശുന്നെന്ന് നമ്മൾ കേട്ട്, അത് മാത്രമല്ല ഒരാൾ ചൊല്ലുവാന്നുണ്ടെങ്കിൽ അത് വചനപ്പടി ശരിയാ തപ്പ. അത് വചനപ്പടി ശരിയല്ലെങ്കിൽ അത് എടുക്കാതെ വചനപ്പെടുത്തി ശരിയാണെങ്കിൽ മറ്റും താൻ നമ്മൾ എടുക്കുക. എന്നാൽ ഇங்கே നമ്മൾ വാസിക്കുന്നത്, നമ്മൾ ഇங்கே 3 വാക്യത്തിൽ വാസിക്കുന്നത്, നമ്മൾ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോട് കൂടിയ ആദികൽപ്പനയാകുന്നു. ഇங்கே ആണ്ടവർ சொல்லுது அப்பனையும் அம்மையும் பகுமானிக்க, അല്ലെങ്കിൽ இங்கிலீஷில் சொல்லுது that it may be well with thee thou mayest live long on the earth. അതായത് നീ നമുക്ക് മനസ്സിലാവണം, നീ അപ്പനും അമ്മയുടെ വാക്ക് നീ കേട്ടാൽ നിനക്ക് എന്നാ കിടക്കും? നിനക്ക് ജീവൻ അല്ലെങ്കിൽ നിന്റെ ജീവിതം, അല്ലെങ്കിൽ നിന്റെ ആയുസ്, അല്ലെങ്കിൽ നിന്റെ വയസ്സ് ഏറിയിടും. നിനക്ക് വയസ്സ് ഏറിടണമെങ്കിൽ എന്നാ പണണം? അപ്പനെയും അമ്മയും കേൾക്കണം. അത് നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ ചൊല്ലിയാച്ചേ, എന്നാ ചൊല്ലിയാച്ചേ? ആണ്ടവരുടെ വചനത്തില് നമ്മളോട് പേശുമ്പോൾ എപ്പോഴും എപ്പടി പേശുന്നത്? ആണ്ടവർ പേശുന്നത് എപ്പോഴുമേ മനുഷ്യരെ, അല്ലെങ്കിൽ ലോകത്തിലെ കാര്യം താൻ പേശിയിട്ട് താൻ ആരെ പറ്റി പേശുന്നത്? ആണ്ടവരെ പറ്റി പേശുന്നത്. നമുക്ക് ലോകത്തിലെ കാര്യം നമുക്ക് തിരിയാതെങ്കിൽ നമുക്ക് ആണ്ടവരെ പറ്റി തിരിയാതെ, നമുക്ക് കാണുന്ന കാര്യം നമുക്ക് തിരിയാതെങ്കിൽ നമുക്ക് എപ്പടി കാണാത്ത കാര്യം എപ്പടി തിരിയും? അതായത് കാണുന്ന കാര്യം അത് നമുക്ക് അത് എഴുതാൻ നമ്മുടെ അപ്പ അമ്മ നമുക്ക് കാണുന്ന കാര്യം നമ്മുടെ കണ്ണിലെ മുമ്പിലേ ഇരിക്കെ. അവർ നമ്മുടെ മുമ്പിൽ നിന്ന് പോയിട്ടേ ഇല്ല. അവർ താൻ നമുക്ക് ജന്മം തന്നത്, അവർ താൻ നമ്മളെ വളർത്തിയാച്ചേ, അവർ താൻ നമ്മളെ വലുതാക്കിയാച്ചേ, അവർ താൻ നമുക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പഠിപ്പ് തന്നാച്ചേ, അവർ താൻ നമുക്ക് എല്ലാ കാര്യം, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തേവയുള്ളത് എല്ലാ ആവശ്യങ്ങളും അവർ താൻ നൽകിയിരിക്കുന്നത് അല്ലയോ? അന്നേരം അവർ തരും. അന്നേരം അപ്പ അമ്മ നിനക്ക് തരുമ്പോൾ നീ അന്നേരം തന്നെ നിനക്ക് തിരിയും. ആണ്ടവർ നിനക്ക് തരുന്നതെന്ന് നിനക്ക് ആണ്ടവർ തരുന്ന നമുക്ക് പുടിയണം എന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? ആദ്യം ലോകത്തിൽ, അല്ലെങ്കിൽ അപ്പ അമ്മ എന്ത് നമ്മളോട് പണ്ണുന്നു അത് നമുക്ക് കേൾക്കണം. നമ്മൾ നേരത്തെ 1 2 വാക്യത്തിൽ നമ്മൾ എന്നാ വാസിച്ചാച്ചേ? മക്കളെ നിങ്ങൾ അമ്മപ്പന്മാരെ കർത്താവിനനുസരിപ്പ്. അങ്ക சொல்றது മക്കളെ, അത് നേരത്തെ നമ്മൾ சொல்றது മക്കളെ, അതായത് ചിന്ന പിള്ളകളെ നിങ്ങൾ എന്നാ பண்ணണം? അമ്മ അപ്പന്മാരെ അനുസരിപ്പേൻ. അന്നേരം അങ്ക ചിന്ന പിള്ളകൾ, അതായത് നമ്മൾ അത് ചിന്ന പിള്ളെ, അതിനാൽ പിള്ളകളെ, അല്ലെങ്കിൽ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ ആരെ കേൾക്കണമെന്ന് ചൊല്ലിച്ചേ? അമ്മ അപ്പന്മാരെ കേൾക്കണം. അത് തന്നെ ഇங்கே 3 വചനത്തിൽ ഇங்கே சொல்லுது നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, അല്ലെങ്കിൽ ഇங்கே ഇംഗ്ലീഷ് சொல்லுது that it may be well with thee thou mayest living long on the earth honor thy father and mother. അതായത് നിന്റെ അപ്പനെയും അമ്മയും നീ മാനിക്കുക.
അപ്പനെയും അമ്മയും മാനിക്കുക എന്ന് ചൊല്ലിയാൽ അവർക്ക് ബഹുമാനം കൊടുക്കുക, അവന്മാർക്ക് ബഹുമാനം കൊടുക്കുക എന്ന് ചൊല്ലിയാൽ അവർ നിന്നെ ഇത്രയും നാൾ നിന്നെ പാത്ത് നിന്നെ ഇത്രയും പെരിയ മനുഷ്യനാക്കി തീർത്ത് നീ അപ്പടി ഇരിക്കുന്ന നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കാതിരുന്നാൽ നീ എപ്പടി ശരിയാവും? അത് നിനക്ക് ചെയ്ത എല്ലാം നീ മറന്നാച്ചേ. നീ എപ്പടി മറക്കാൻ പറ്റും? നിനക്ക് ചെയ്ത എല്ലാ നന്മകളും നീ മറന്നാച്ചേ. അപ്പനെയും അമ്മയും ബഹുമാനിക്കാനില്ല എന്ന് ചൊല്ലിയാൽ നീ എന്നാ പണത്? അപ്പനും അമ്മയും നിന്നെ ചിന്ന പിള്ളിയായിട്ട് വരുമ്പോൾ നീ ഒരു പുളുമാതി ഇരിക്കുമ്പോൾ നിന്നെ വളർത്തി അമ്മ ഗർഭത്തിലെ വെച്ച് 9 മാസം വളർന്ന് അത് നീ ഒരു കുഞ്ഞായി നീ കീഴെ ലോകത്തിൽ വന്നപ്പോൾ അന്ന് മുതൽ അല്ലെങ്കിൽ ആ ഗർഭത്തിൽ ഒരു പുളുവായിരിക്കുമ്പോൾ മുതൽ ഈ വെളിയിൽ വരുന്നവരെ നീ ആരുതാൻ നിന്നെ പാലിച്ചത്? അമ്മാതാൻ. അത് കഴിഞ്ഞിട്ട് അപ്പായും അമ്മയും കൂടെ തന്നെ പാലിക്കുക. അന്നേരം അവർ ചെയ്യുന്ന, അതായത് നിനക്ക് ചെയ്ത നന്മകളെ നീ ഓർത്തണം. അതുകൊണ്ട് നീ അപ്പടി നിനക്ക് തിരിയുമ്പോൾ, അപ്പടി നിനക്ക് പിടിയുമ്പോൾ നിനക്ക് എന്നെ തിരിയും? ആണ്ടവർ അല്ലെങ്കിൽ തകപ്പനായ ആണ്ടവർ അല്ലെങ്കിൽ ആണ്ടവർ നമുക്ക് എന്നാ പണിയാച്ചേ? നമ്മൾ ഒന്നുമില്ലായ്മയിൽ ഒന്നുമേ കിടക്കാതിരുന്ന നമ്മളെ എന്നാ പണിയാച്ചേ? അവൻ നമുക്ക് ജീവൻ തന്നാച്ചേ. അവൻ നമുക്ക് ജീവൻ തന്നാച്ചേ. അവൻ ജീവൻ തന്നു മാത്രമല്ല, നിനക്ക് തേവയായത് എല്ലാമേ നിനക്ക് തന്നാച്ചേ. നിനക്ക് തേവയായത് ഏതാണ് കിടക്കുക? ഞാൻ നേരത്തെ ചൊല്ലിയാച്ചേ, ആണ്ടോട് തരാത്ത ഒരു കാര്യം നിനക്ക് എന്നോട് പേശാൻ പറ്റുമോ? ഒരു കാര്യം, ഏതെങ്കിലും ആണ്ടവരെ ഞാൻ ഈ ലോകത്തിൽ ഇരിക്കെ നീ എനിക്ക് ഇന്ന് തന്നില്ല എന്ന് നിനക്ക് ഒരു കാര്യം ചൊല്ലാൻ പറ്റുമോ? ഒറ്റ ഒരു കാര്യം. ആണ്ടവർ നിനക്ക് എന്നാ തേവേ ആയിരിക്കുന്നത് അത് എല്ലാമേ നിനക്ക് തന്നിരിക്കേ. നീ ചോദിച്ചപ്പോൾ അല്ല തന്നത്, അല്ലെങ്കിൽ നീ ആണ്ടവരോട് നീ ജപം പണി ആണ്ടവരെ എനിക്ക് തന്നിട് എന്ന് നീ പേശിയപ്പോഴല്ല ആണ്ടവർ തന്നത്. നീ പേശുന്നതിന് മുമ്പേ ആണ്ടവർ നിനക്ക് തന്നിരിക്കേ. ആണ്ടവർ നിനക്ക് എന്നാ തേവപ്പെടും അത് എല്ലാം ഈവൻ നിനക്ക് മനവിയെത്താൻ നീ നിന്റെ മനവിയെ നീ എപ്പോഴെങ്കിലും പാത്താച്ചാ? നീ കല്യാണത്തിന് മുന്നാടി നീ ഒരിക്കലും പാക്കതയില്ല. ഒരു പൊണ്ണോട് നിന്റെ കനവരെ നീ എപ്പോഴെങ്കിലും പാത്താച്ചാ? പാത്തില്ല. അവർ രണ്ടുപേരും 2 വീട്ടിലേക്ക് ആണ്ടവര് അവർ പിറന്ന അപ്പളെ എന്നാ പണിയാച്ചേ? ഇവളുമായിട്ട് ചേരണം. അത് അവന് താൻ ആ പെൺകുട്ടിയെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ പൊണ്ണിനെ ഉണ്ടാക്കി. അതേപോലെ പൊണ്ണിന് ആ കനവരെ ഉണ്ടാക്കിയത് അവൻ താൻ. അവൻ നിനക്ക് തേവയായത് നീ പിറക്കുന്നതിന് മുൻപേ അത് വെച്ചിരിക്കുക. നമ്മൾ വചനത്തിൽ വാസിക്കുമ്പോൾ എന്നാ പഠിക്കുന്ന தெரியுமா? വചനത്തിൽ നീ ലോകത്തിന്റെ മുന്നാടിയെ നിന്നെ തിരഞ്ഞെടുത്താച്ചേ. അതായത് ലോകത്തിന്റെ മുന്നാടി, അതായത് ലോകം ആണ്ടവർ സൃഷ്ടിക്കുന്നതിന് മുന്നാടിയെ നിന്നെ തെരഞ്ഞെടുത്താച്ചേ എന്ന് ചൊല്ലിയാൽ എന്നതാ? നിനക്ക് പിന്നിലെ നിനക്ക് ഒരു 10 ജന്മം മുമ്പിൽ അല്ലെങ്കിൽ 10 ജനറേഷൻ മുമ്പിൽ നിന്റെ ഗ്രാൻഡ് പായുടെ പേരെന്നാന്ന് தெரியுமா? അവരെ ആരാന്ന് നിനക്ക് தெரியுமா? അതല്ല പോട്ടെ, അല്ലെങ്കിൽ നിനക്ക് കുളന്തിരിക്കുക കഴിഞ്ഞിട്ട് ഒരു 10 ജനറേഷൻ കഴിഞ്ഞിട്ട് നിനക്ക് ആ കുളന്തിന്റെ പേര് നിനക്ക് தெரியுமா? ഗ്രാൻഡ് ചൈൽഡിന്റെ പേര് നിനക്ക് தெரியுமா? தெரியாது. എന്നാൽ ആണ്ടവരാൽ ലോക ഉൽപ്പത്തിക്ക് മുൻപേ തന്നെ നിന്റെ പേർ തിരിയും. അവൻ നിന്റെ പേര് തിരിയുമെന്ന് மட்டுമല്ല, നിനക്ക് തേവയായത് എല്ലാമേ അവൻ തന്നാച്ചേ. അതാണ് ഞാൻ ചൊല്ലിയത്. ഞാൻ അതുകൊണ്ടാണ് ചൊല്ലിയത്, നിങ്ങൾക്ക് എപ്പോഴുമേ ചൊല്ലാൻ പറ്റുമോ ആണ്ടോർ എനിക്ക് തേവയാ തന്നില്ലത്? ആണ്ടോർ നമുക്ക് തേവയാ. നമ്മൾ 3-ാം വാക്യത്തിൽ പിന്നെ ഒന്നുകൂടെ വാസിച്ചിടാം. എന്തേലും നിന്റെ അപ്പനെ അമ്മാനെയും ബഹുമാനിക്കുക. അതായത് നിന്റെ അപ്പനെ അമ്മാനെ നീ അവന് കൊടുക്കേണ്ടുന്ന ബഹുമാനം നീ കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കണം? അവർ താൻ നിന്നെ നോക്കിയാച്ചേ, നിന്നെ വലുതാക്കിയാച്ചേ. അവർ താൻ ആണ്ടവർ അവരുടെ കയ്യിൽ താൻ നിന്നെ കൊടുത്ത് അവർ നിനക്ക് വേണ്ടിയ എല്ലാ ആവശ്യങ്ങളുമേ അത് സന്ധിച്ചാച്ച, അല്ലെങ്കിൽ അവർ തന്നാച്ച.
നീ ഒന്നുമേ കേൾക്കാതെ തന്നെ അതെല്ലാമേ നിനക്ക് തന്നാച്ച്. അതുകൊണ്ട് നീ എന്നാ பண்ணണം? നീ അപ്പായ അമ്മായെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർക്ക് നീ കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കണം. അല്ലെങ്കിൽ അവർ വയസ്സായച്ച് അവർക്ക് കളിവൊന്നുമേ ഇല്ല, അവരപ്പടി പോട്ടെ, അത് ഞാനിപ്പം വലുതായച്ചേ, എനിക്കിപ്പം ജോലി കിടച്ചാച്ചേ, എനിക്ക് എൻ്റെ മനവി അയച്ചേ, എനിക്ക് ആളയച്ചേ, എനിക്ക് ഇതയച്ചേ, എനിക്ക് കുളന്ത അയച്ചേ, അതുകൊണ്ട് എനിക്ക് അപ്പായ അമ്മ എനിക്ക് പാക്കവേ മുടിയാതെ, ഞാൻ എന്തിനെ അവരുടെ ഹെഡേക്ക് എല്ലാമേ പാക്കണം? അത് എൻ്റെ ചിത്തമല്ല, എൻ്റെ ചിത്തം ഞാൻ എൻ്റെ കുടുംബത്തെ പാക്കുക. அப்படியல்ல. இங்கே ஆண்டவர் இங்கே எந்த சொல்லுது? നീ അപ്പായ അമ്മാനെ ബഹുമാനിക്കുക. അതായത് നീ അവർക്ക് കൊടുക്കേണ്ടത് ബഹുമാനം. നിനക്ക് വയസ്സായാലും, നീ 100 വയസ്സായാലും നിന്റെ അപ്പായ അമ്മ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അവരെ നീ ബഹുമാനിക്കണം. അവർക്ക് തേവയായത് എല്ലാമേ നീ കൊടുക്കണം. അവരെ നേസിക്കണം. അവരെ നേസിക്കുമ്പോൾ നിനക്ക് എന്നാ ലഭിക്കും? നിന്റെ വയസ്സ് നീണ്ടിക്കിട്ടും. നിനക്ക് 100 വയസ്സായെങ്കിൽ 100 വയസ്സ് അല്ലെങ്കിൽ 120 വയസ്സ് വരെ നീ ജീവിക്കണമെങ്കിൽ നിനക്ക് എന്നാ பண்ணണം? അവർക്ക് തേവയായതെല്ലാമേ ചെയ്തു കൊടുക്കുക. നീ അവരെ ബഹുമാനിക്കുമ്പോൾ എന്നാ പറ്റും? ആണ്ടോട് சொல்லுക, ഇത് എൻ വചനമല്ല ഞാൻ சொல்லுക, ആണ്ടോട് சொல்லுക, നിനക്ക് ദീർഘായുസ് கிடைக்கும். നിനക്ക് ദീർഘായുസ് கிடைക്കും. നിനക്ക് നിന്റെ വയസ്സ് ഏറിയിടും. അല്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ള എല്ലാമേ ആണ്ടോട് നൽകിയിടും. എങ്കിൽ എൻ്റെ സമയം മുടിഞ്ഞാച്ച് ഞാൻ പിന്നെയും നിങ്ങളോട് சொல்லுക, നമ്മൾ பார்க்கின்றது എന്നതെന്ന് சொல்லிയാൽ ആണ്ടവർ നമ്മൾ ചെയ്ത് എന്ന് தேவைப்படணுണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്നാ ചെയ്യണം? ഈ ലോകത്തിലെ അല്ലെങ്കിൽ അപ്പനും അമ്മയും നമുക്ക് എന്നാ പണിയെന്ന് നമുക്ക് ചിന്തിക്കണം. അപ്പോൾ അമ്മ എന്നാ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ വിചാരിക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റും? അപ്പോൾ നമുക്ക് പിടിയും. അപ്പോൾ നമുക്ക് എന്നാ പിടിയും? അതായത് ആണ്ടവർ നമ്മളെ എത്രമാത്രം നേസിച്ചിരിക്കുക, ആണ്ടവർ നമ്മളെ എത്രമാത്രം നേസിച്ചിരിക്കുകയെന്ന് നമുക്ക് പിടിയണം എന്നുണ്ടെങ്കിൽ എന്നാ பண்ணണം? ആദ്യം അപ്പ അമ്മ നമ്മളെ നേസിക്കുന്നത് നമുക്ക് പിടിയണം. അപ്പടി പിടിയുമ്പോൾ എന്നാ പറ്റും? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ തന്നെത്താനെ നമ്മൾ ആരെ സ്തുതിച്ചിടും? തഹപ്പനായ ആണ്ടവരെ നമ്മൾ സ്തുതിച്ചിടും, അല്ലെങ്കിൽ ആണ്ടവരെ നമ്മൾ ബഹുമാനിച്ചിടും, ആണ്ടവർക്ക് നമ്മൾ സ്തുതി കൊടുത്തിടും, ആണ്ടവരോട് നമ്മൾ ജപം പണിയിടും, ആണ്ടവർക്ക് നന്ദി കൊടുത്തിടും. അതെല്ലാം എപ്പം ചെയ്തിടും? നമ്മൾക്ക് ഈ ലോകത്തിലെ കാര്യം പിടിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്തിടും. എൻ്റെ നമ്പർ ഞാൻ നിങ്ങളോട് നേരത്തെ മുന്നാടി ഞാൻ ചൊല്ലിയാച്ചേ. എൻ്റെ നമ്പർ എന്ന് ചൊല്ലിയ 9791843308, അതായത് 979-184-3308 അല്ലെങ്കിൽ 08 അല്ലെങ്കിൽ 08. അതുതാണ് എൻ്റെ നമ്പർ. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഇരിക്കുന്നെങ്കിൽ എന്നെ കൂപ്പിട്. ഞാൻ എപ്പോഴുമേ അവൈലബിൾ ആണ്. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ പറയാൻ വേണ്ടി ആണ്ടോട് എനിക്ക് കൃപ തരുവാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പേശിടാം. ആണ്ടോട് തരുന്ന കാര്യം താൻ ഞാൻ നിങ്ങളോട് പേശും. അല്ലാതെ വേറെ ഒന്നുമേ പേശാതെ വചനത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത് അത് താൻ നിങ്ങളോട് പേശിക്കും. അത് ഇപ്പം നിങ്ങൾ பார்ക്കണം. നമ്മൾ 3 വാക്യം നമ്മൾ വാസിച്ചത്. ആണ്ടവർ കൊടുത്ത ഇമ്പോർട്ടൻ്റ് ആർക്ക് കൊടുത്തേ? അപ്പായ അമ്മയ്ക്ക്. അതുകൊണ്ട് അപ്പായ അമ്മയെ നീ നേസിച്ചിട്ട് അവർക്ക് വേണ്ട ബഹുമാനം നീ കൊടുത്തിട്ട് ആണ്ടവർ നിന്നെയും നിനക്കും ആയുസ് നൽകിയിടും, നിനക്ക് ജീവൻ നൽകിയിടും. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.